സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമദൂരം തുടരുന്നു. ഭാഗം 14. ശ്രീനിവാസൻ ഫോൺ വെച്ച് കഴിഞ്ഞുവെന്ന് ജാനകിയമ്മയ്ക്ക് മനസ്സിലായി. നിന്നെ തിരികെ വരാൻ ആരാ ഉള്ളത്? പിന്നിൽ നിന്ന് മീനാക്ഷിയോട് ജാനകിയമ്മ ചോദിച്ചു. മീനാക്ഷി അന്താളിച്ചു. വാ, വീട്ടിലൊന്ന് പോയിട്ട് വരാം. ആരാണെന്ന് അറിയണമല്ലോ. മീനാക്ഷിയെയും കൂട്ടി അവരിറങ്ങി. കാറിൽ കയറിയിട്ട് ജാനകിയമ്മ മീനാക്ഷിയെ നോക്കി. പകച്ചിരിക്കുകയാണ്. നീ എന്താടി പേടിച്ച പോലെ? ഒന്നുമില്ലെന്നവൾ ചുമൽ കൂച്ചി. അവളുടെ മുടിയിലും നെറ്റിയിലും ഉമിയുടെയും തവിടിൻ്റെയും അവശിഷ്ടങ്ങൾ. ജാനകിയമ്മ കൈ നീട്ടി അവളുടെ മുടിയിലെ പൊടി തൂത്തുകളഞ്ഞു. തൻ്റെ സാരിത്തുമ്പുകൊണ്ട് അവളുടെ നെറ്റി തുടച്ചു. അവൾ ജാനകിയമ്മയെ ഇമചെമ്മാതെ നോക്കിക്കൊണ്ടിരുന്നു. 15 മിനിറ്റിനുള്ളിൽ കാർ മാത്തൂരെ മുറ്റത്തെത്തി. ജാനകിയമ്മയും മീനാക്ഷിയും കാറിൽ നിന്നിറങ്ങി. ജീപ്പിൻ്റെ മറവിൽ നിന്ന് ഭൈരവനും കൂട്ടുകാരും മുറ്റത്തേക്ക് നീങ്ങി. ഭൈരവനെ കണ്ടതും മീനാക്ഷിയുടെ മുഖം പ്രേതത്തെ കണ്ട പോലെ വിളറി. ഭൈരവൻ ചെറുചിരിയോടെ അവളുടെ മുന്നിലേക്ക് വന്നു. അവളെ അടിമുടി നോക്കി. നിനക്കെന്നെ ഓർമ്മയുണ്ടോടി? മീനാക്ഷി ജാനകിയമ്മയുടെ പിന്നിലേക്ക് ഒതുങ്ങി. ഒളിക്കണ്ട. എന്നെ ഏമാത്തിയിട്ട് മറയൂരിന്ന് മുങ്ങിയാ രക്ഷപ്പെടാമെന്ന് നീ കരുതിയോ? പാലക്കാട്ടല്ല, എവിടെ ഒളിച്ചാലും നിന്നെ കണ്ടുപിടിക്കും ഭൈരവൻ. നിങ്ങൾ ആരാ? ജാനകിയമ്മ ഗൗരവത്തിൽ ചോദിച്ചു. അവളോട് ചോദിക്ക്, പറഞ്ഞു തരും. നീ വീട്ടിലോട്ട് കയറിപ്പോ, ഞാൻ സംസാരിച്ചോളാം ഇവരോട്, ജാനകിയമ്മ പറഞ്ഞു. ഒരു കെണിയിൽ നിന്നും രക്ഷപ്പെടുന്ന വ്യഗ്രതയോടെ മീനാക്ഷി വേഗം തറവാടുകെട്ടിൻ്റെ വരാന്തയിൽ ചെന്ന് കയറി. തിരിഞ്ഞു നോക്കിയപ്പോൾ ജാനകിയമ്മ ശ്രീനിവാസൻ്റെ സിറ്റൗട്ടിലേക്ക് കയറുന്നത് അവൾ കണ്ടു. സിറ്റൗട്ടിൽ ശ്രീനിവാസനും ചന്ദ്രബാബുവും രഘുവരനും ഗീതാമണിയും കൃഷ്ണകുമാരിയും സുപ്രിയയും. ഭൈരവൻ കൂടി സിറ്റൗട്ടിലേക്ക് കയറുന്നത് കണ്ട് അവൾ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. മുറിയിലൂടെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടറി നടന്നു. കട്ടിലിൽ വന്ന് കുറച്ച് സമയം മുഖം പൊത്തിയിരുന്നു. ഇരിപ്പുറയ്ക്കുന്നില്ല. നിൽക്കാനും വയ്യ. ജനാലയ്ക്കൽ ചെന്ന് നിന്ന് അവൾ അച്ഛൻ്റെ ചിതയെരിഞ്ഞിടത്തേക്ക് നോക്കി. അപ്പോൾ പിന്നിൽ കാലച്ച കേട്ടവൾ ഞെട്ടിത്തിരിഞ്ഞു. ജാനകിയമ്മ. അവൾ ചകിതയായി അവളെ നോക്കി. അയാൾ പറഞ്ഞതെല്ലാം സത്യമാണോടി? മീനാക്ഷിയുടെ മുഖം കുനിഞ്ഞു. നിന്റെ അച്ഛൻ അയാൾക്ക് പണം കൊടുക്കാനുണ്ടായിരുന്നോ? ഊവെന്ന് അവൾ തലയാട്ടി. നീയും അയാളും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചിരുന്നോ? അപ്പോഴും അവൾ ദീനഭാവത്തിൽ തല കുലുക്കി. അയാളെ ചതിച്ചിട്ട് അവിടുന്ന് മുങ്ങിയതാണ് നിങ്ങൾ അച്ഛനും മക്കളും അല്ലേടി? വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു. അച്ഛനും കല്ലുമോൾക്കും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നെ അയാൾക്ക് കൊടുക്കാൻ. എനിക്കും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എന്തിനാ അയാൾക്ക് വാക്കു കൊടുത്തു? ചതിയല്ലേടി അത്? മീനാക്ഷി നിശബ്ദയായി നിന്നു. നിന്നെ പണയം വെച്ച് കാശ് വാങ്ങിയെന്ന് പറ. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, വേഗം അയാളുടെ കൂടെ പോകാനൊരുങ്ങിക്കോ. ജാനകിയമ്മ തിരിഞ്ഞു നടന്നു. അമ്മേ, ഹൃദയം പൊട്ടിയുള്ള ഒരു വിളിയച്ച തേങ്ങലിൻ്റെ ഒച്ചയിൽ ജാനകിയമ്മ കേട്ടു. അവർ തിരിഞ്ഞു നോക്കി. അമ്മയോ? ആരാടി നിന്റെ അമ്മ? എൻ്റെ ഭർത്താവിനെ വശീകരിച്ചെടുത്ത് എൻ്റെ ജീവിതം താറുമാറാക്കിയ ഏതോ പിഴച്ച സ്ത്രീ. നീ അവളെ വിളിച്ചാൽ മതി അമ്മേന്ന്. മീനാക്ഷി ജനലഴികളിലേക്ക് ചാരി. മകളെപ്പോലെ കരുതിയിട്ടൊന്നുമല്ല നിന്നെ ഞാനിങ്ങോട്ട് കെട്ടിയെടുത്തത്. അച്ഛനും അനുജത്തിയും മരിച്ച് ആരോരുമില്ലാതെ ഒരനാഥയെപ്പോലെ നീ ആ മോർച്ചറിയുടെ മുമ്പിൽ നിന്ന് കരയണത് കണ്ടിട്ട് ഒരു പിച്ചക്കാരിയോട് തോന്നുന്ന ദയ അത്രയേ ഉള്ളൂ. നീ വീട്ടിൽ എന്ന് കാലുകുത്തിയോ അന്ന് എനിക്ക് മനസമാധാനം നഷ്ടപ്പെട്ടു. എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു. എന്നിട്ടും ഞാൻ ഇതുവരെ പിടിച്ചു നിന്നത് നിനക്ക് ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ്. ഇപ്പം മനസ്സിലായി നിനക്ക് എവിടെയൊക്കെയോ ആരൊക്കെയോ ഉണ്ട്. ഇന്നൊരു കൂട്ടർ വന്നു, നാളെ വേറൊരു കൂട്ടർ. നീയും നിൻ്റെ പിഴച്ച തള്ളയും നിൻ്റെ അച്ഛനും അനുജത്തിയും കൂടി നാടോടി സഞ്ചാരം നടത്തി എവിടെയൊക്കെ എന്തൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? അതിനെല്ലാം സമാധാനം പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. പൊയ്ക്കോ അവരുടെ കൂടെ. ഞാനൊന്ന് സ്വസ്ഥമായി ജീവിച്ചോട്ടെ. മീനാക്ഷിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ തുളുമ്പിച്ചാടി. എന്നെ അവരുടെ കൂടെ പറഞ്ഞയക്കല്ലേ. അവൾ വിങ്ങിപ്പൊട്ടി. അതിനേക്കാൾ ഭേദം എന്നെ കൊന്നുകളയുന്നതാ. എന്നിട്ട് ആ പാവം കൂടി ഞാൻ ചുമക്കണം അല്ലേടി? ജാനകിയമ്മ വെട്ടിത്തിരിഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. തൻ്റെ മുറിയിൽ ചെന്ന് കയറി കട്ടിലിലേക്കിരുന്നു. ചിന്തകൾ കെട്ടുപോകുന്ന പോലെ ഇടയ്ക്കിടെ തലച്ചോറിലൊരു മന്ദത. അവർ എഴുന്നേറ്റ് വാഷ് ബേസിനരികെ ചെന്ന് മുഖം കഴുകി. ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തു കുടിച്ചു. വീണ്ടും കട്ടിലിൽ വന്നിരുന്നു. ലോകത്തോടും മനുഷ്യരോടും അവർക്ക് കഠിനമായ വെറുപ്പ് തോന്നി. ഓരോ പ്രശ്നവും പരിഹരിച്ച് കഴിയുമ്പോൾ വിചാരിക്കും ഇതോടെ തീർന്നല്ലോ എന്ന്. ഉടൻ അടുത്തത് പൊന്തി വരികയായി. പ്രതിസന്ധികൾ അവസാനമേയില്ല. അമ്മേ, വാതിൽക്കൽ നിന്നും വിളിയച്ച ശ്രീനി. അവർ കാത്തു നിൽക്കുക. രണ്ടിലൊന്ന് അറിയണ്ടേ അവർക്ക്? നിൽക്കട്ടെ. അമ്മയൊരു തീരുമാനം പറഞ്ഞാൽ അവർ പൊയ്ക്കോളും. എനിക്ക് ആലോചിക്കണ്ടേ? ഇതിലെന്താ ഇത്ര ആലോചിക്കാൻ? അയാൾക്ക് പണം കിട്ടണം, അല്ലെങ്കിൽ മീനാക്ഷിയെ. അയാളവളെ കല്യാണം കഴിക്കാൻ ഇപ്പോഴും തയ്യാറാ.
അവർ തമ്മിലുള്ള വിവാഹം അവളുടെ അച്ഛൻ തന്നെ നിശ്ചയിച്ചിരുന്നെന്നും അത് അവൾക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞാണല്ലോ അമ്മ അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അയാൾ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നതോടെ ആ പരാതി അങ്ങ് തീരുമല്ലോ. ജാനകിയമ്മ മൂളി. നമുക്ക് വേണമെങ്കിൽ നാളെയോ മറ്റോ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് അവർ തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കാം. അന്യൊരുവിൻ്റെ കൂടെ ഇറക്കി വിട്ടുവെന്ന് ആരും കുറ്റപ്പെടുത്തിയേയില്ല. എന്നായാലും അവളുടെ കല്യാണം നടത്തി കൊടുത്തല്ലേ പറ്റൂ. ഇതാണെങ്കിൽ എല്ലാ ബാധ്യതയും ഇതോടെ തീരും. അവളേക്കാൾ കുറച്ച് പ്രായക്കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ബ്ലേഡ് ബിസിനസ്സാ. അവൾക്ക് അല്ലലില്ലാതെ ജീവിക്കാം. അത്രയൊക്കെ ചെയ്തു കൊടുത്താൽ പോരെ? അമ്മയുടെ ഭർത്താവിന് അന്യ സ്ത്രീയിൽ പിഴച്ചുണ്ടായ ഒരു പെണ്ണിന് വേണ്ടിയിട്ട്. ജാനകിയമ്മ തലതിരിച്ച് മകൻ്റെ നേർക്ക് തറപ്പിച്ച് നോക്കി. പോരെന്നുണ്ടെങ്കിൽ കുറച്ച് പണം കൂടി കൊടുത്തേക്കാം. സ്ത്രീധനമായിട്ട് വകവെച്ചോട്ടെ. അവർക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണോ? പണം കിട്ടിയാൽ ഇന്ന് തന്നെ പോകും. അവളെ വേണ്ട പോലെ ഏൽപ്പിച്ചു കൊടുക്കാനാണ് പ്ലാനെങ്കിൽ ഒരു ദിവസം കൂടി അവരിവിടെ തങ്ങാൻ തയ്യാറാ. ഇന്നലെ വന്നതാ അവർ. കൊല്ലങ്കോട്ടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട്. അവരോട് പറ നാളെ പോകാമെന്ന്. ശ്രീനിവാസന് സന്തോഷമായി. അയാൾ തിരികെ ചെന്ന് ഭൈരവനോട് പറഞ്ഞു, മീനാക്ഷിയെ തന്നെ വിട്ടു തന്നേക്കും. നിങ്ങൾ ഒരു ദിവസം കൂടി കൊല്ലങ്കോട്ട് തങ്ങേണ്ടി വരും. വളരെ സന്തോഷം, ഭൈരവൻ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ നാളെ രാവിലെ വരാം. ശരി. ഭൈരവനും കൂട്ടുകാരൻ ജീപ്പിൽ കയറി കൊല്ലങ്കോട്ടേക്ക് പോയി. മീനാക്ഷിയെ വിട്ടുകൊടുക്കാൻ അമ്മ ഏറെക്കുറെ സമ്മതിച്ചുവെന്നറിഞ്ഞതോടെ ചന്ദ്രബാബുവിനും ഗീതാമണിക്കും കൃഷ്ണകുമാരിക്കും സുപ്രിയയ്ക്കും രഘുവരനും വലിയ സന്തോഷമായി. മീനാക്ഷി ജനാലിനരികെ നിൽക്കുകയായിരുന്നു. എത്ര നേരമായി ആ നിൽപ്പ് തുടങ്ങിയിട്ടെന്ന് അവൾക്ക് തന്നെ നിശ്ചയമില്ല. ജാനകിയമ്മ മുറിയിലേക്ക് കടന്നു വന്നതുപോലും അവൾ അറിഞ്ഞില്ല. ജാനകിയമ്മ മുറിയിലാകമാനം ഒന്ന് കണ്ണോടിച്ചു. എല്ലാം അടുക്കിപ്പെറുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അവൾക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് പാക്ക് ചെയ്ത് കട്ടിലിൽ വെച്ചിട്ടുണ്ട്. മീനാക്ഷി! ജാനകിയമ്മ അവളുടെ പിന്നിൽ ചെന്ന് നിന്ന് വിളിച്ചു. അവൾ ഒരു നിമിഷം ഞെട്ടിയെന്ന് തോന്നി. കൈത്തല ഉയർത്തി കവിളുകൾ തുടച്ചിട്ട് അവൾ അവർക്ക് അഭിമുഖമായി തിരിഞ്ഞു. നീ പോകാൻ റെഡിയായോ? അവൾ ഒരു തേങ്ങലോടെ മുഖം താഴ്ത്തി. ഇവിടെ നോക്ക്. ജാനകിയമ്മ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം ഉയർത്തി. അയാൾക്ക് എത്ര രൂപയാണ് കൊടുക്കാനുള്ളതെന്ന് നിനക്കറിയാമോ? അറിയില്ല, അവൾ വിതുമ്പി. നിന്നെ ഉപേക്ഷിച്ച് കളയാനും എനിക്ക് മനസ്സ് വരുന്നില്ലല്ലോ. മീനാക്ഷി അവരുടെ മുഖത്തേക്ക് നോക്കി. നീ പോകണ്ട കേട്ടോ. ബാഗെടുത്ത് അലമാരയിലോട്ട് വെച്ചേക്ക്. മീനാക്ഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ തോളിലേക്ക് മുഖം അർപ്പിച്ചു. കരയാതെ. ജാനകിയമ്മ അവളെ ആശ്ലേഷിച്ച് പുറത്ത് മൃദുവായി തട്ടിക്കൊണ്ട് പറഞ്ഞു. നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെന്തിനാ? അച്ഛൻ ആരെയും ചതിച്ചതല്ല. അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കടം വാങ്ങിയതാ. അച്ഛന് ജോലി ചെയ്യാൻ വയ്യാതായി. കടം വീട്ടാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. അയാളാ ആവശ്യപ്പെട്ടത്. പകരം എന്നെ കൊടുത്ത് കടം വീട്ടാൻ. അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അവൾ ജാനകിയമ്മയുടെ മുഖത്തേക്ക് നോക്കി ഏങ്ങലടിച്ചു. കല്ലുമോൾക്കായിരുന്നു ഏറ്റവും എതിർപ്പ്. വല്ല വിഷവും കഴിച്ച എല്ലാവർക്കും കൂടെ ഒന്നിച്ച് മരിക്കാമെന്ന് അവൾ പറഞ്ഞതാ. അച്ഛൻ സമ്മതിച്ചില്ല. സാരമില്ല, കരയാതെ. ജാനകിയമ്മ തന്നെ തൻ്റെ സാരിത്തലപ്പ് കൊണ്ട് അവളുടെ കണ്ണും കവിളും തുടച്ചു. അന്ന് ഉച്ചതിരിഞ്ഞ് ജാനകിയമ്മ തനിച്ച് റൈസ് മില്ലിൽ പോയി. മുരളീധരനെ കണ്ട് നാളേക്ക് അത്യാവശ്യമായി കുറച്ച് പണം സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. ക്യാഷിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടില്ല. ബാങ്കിലെ ഓടി തീർന്നു. ഇനി ചെക്കുകൾ പാസ്സായി വരണം, മുരളീധരൻ പറഞ്ഞു. എനിക്ക് അത്ര അത്യാവശ്യമുള്ളത് കൊണ്ടാ മുരളി. എങ്ങനെയെങ്കിലും മുരളി അത് സംഘടിപ്പിച്ച് തരണം. ഭാര്യയുടെ കെട്ടുകാല് വിറ്റിട്ടായാലും വേണ്ടില്ലെന്ന് പറയുമ്പോൾ മുരളിക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകുമല്ലോ. ജാനകിയമ്മ വീട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേന്ന് കാലത്ത് 8 മണിയോടെ ഭൈരവനും കൂട്ടരും ജീപ്പിൽ മാത്തൂരെത്തി. ശ്രീനിവാസനും മറ്റും സന്തോഷത്തോടെ അവരെ സിറ്റൗട്ടിലേക്ക് ക്ഷണിച്ചിരുത്തി. മീനാക്ഷിയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന ദിവസമാണിന്ന്. വീടിനെ ഗ്രസിച്ച ധൂമകേതുവിനെ ഒഴിവാക്കുന്ന ദിവസം. അതൊന്ന് ആഘോഷിക്കണമെന്ന് പോലും തീരുമാനിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാരി ചെന്ന് ജാനകിയമ്മയോട് ഭൈരവൻ എത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചു. ജാനകിയമ്മ ശ്രീനിവാസൻ്റെ സിറ്റൗട്ടിലേക്ക് ചെന്നു. ജാനകിയമ്മയെ കണ്ട് ഭൈരവൻ ഒന്ന് ഇളകിയിരുന്നു. പാലക്കാട്ട് പോയി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഇയാളും അവളും തമ്മിലുള്ള കല്യാണം രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഭൈരവൻ പറയുന്നത്, ശ്രീനിവാസൻ ജാനകിയമ്മയോട് പറഞ്ഞു. കൃഷ്ണകുമാരിയും ഗീതാമണിയും സിറ്റൗട്ടിൽ ഇറങ്ങി നിൽപ്പുണ്ട്. സുപ്രിയയും രഘുവരനും വാതിൽക്കലും. ചന്ദ്രബാബു അമ്മയ്ക്കിരിക്കാൻ ഒരു കസേര കൊണ്ടുവന്ന് സിറ്റൗട്ടിലിട്ടു. അമ്മയും കൂടി ഇവരുടെ കൂടെ പോയി ഒരു സാക്ഷിയായിട്ട് നിന്ന് അതങ്ങ് നടത്തി കൊടുത്തേക്ക്. വേണമെങ്കിൽ ഞാനോ ചന്ദ്രബാബുവോ കൂട്ടുവരാം. ശ്രീനിവാസൻ ജാനകിയമ്മയുടെ മറുപടിക്ക് വേണ്ടി കാത്തു. ജാനകിയമ്മ കസേരയിൽ ഇരിക്കാതെ അതിന് പിന്നിൽ വന്നു നിന്നു. ഭൈരവന് എത്ര രൂപയാ കിട്ടാനുള്ളത്? അവർ ചോദിച്ചു. ഭൈരവൻ ഒരു നിമിഷം അമ്പരന്നു.
അയാൾ ശ്രീനിവാസനെയും ചന്ദ്രബാബുവിനെയും നോക്കി. മീനാക്ഷി എനിക്ക് വിട്ടുതരുമ്പോൾ ഇനി എന്തിനാ രൂപയുടെ കണക്ക്? ഭൈരവൻ ചോദിച്ചു. എനിക്കറിയണ്ടേ, കടം വീട്ടുമ്പോൾ തുക എത്രയാണെന്ന് അറിയാനുള്ള അവകാശമില്ലേ? പറയാം. ഭൈരവൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ചെറിയ ഡയറി എടുത്തു. ഡയറിയുടെ താളുകൾ മറച്ചു നോക്കിയിട്ട് ചില മനക്കണക്കുകളും കൂട്ടിച്ചേർത്തു പറഞ്ഞു. 1,35,000 രൂപയോളം വരും. അത്രയും രൂപയും ഇവർ വാങ്ങിച്ചതാണോ? പലിശ കൂടി ചേർത്തിട്ടാ. വാങ്ങിച്ച മുതലെത്രയാണെന്ന് പറ. എല്ലാം കൂടി 55,000. ഞാനൊരു 75,000 തരാം. ഭൈരവൻ അതുകൊണ്ട് തൃപ്തിപ്പെടണം. ശ്രീനിവാസൻ അന്തം വിട്ടു. അയാൾ അനുജനെ നോക്കി. ചന്ദ്രബാബുവും പകച്ചു പോയിരിക്കുന്നു. ഇയാൾക്ക് എന്തിനാ അമ്മേ പണം കൊടുക്കുന്നേ? മീനാക്ഷിയെ വിട്ടുകൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? ശ്രീനിവാസൻ ചോദിച്ചു. നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ഞാൻ ഇയാളുമായിട്ട് സംസാരിച്ച് ഇടപാട് തീർക്കട്ടെ. ജാനകിയമ്മ ശാന്തസ്വരത്തിൽ പറഞ്ഞു. എനിക്ക് പണം വേണ്ട, മീനാക്ഷിയെ വിട്ടുതന്നാൽ മതിയെന്ന് പറഞ്ഞല്ലോ, ഭൈരവൻ പറഞ്ഞു. മീനാക്ഷിയെ വിട്ടുതരാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. 75,000 രൂപ തരും. അതും വാങ്ങിച്ച് നിങ്ങൾ സ്ഥലം വിടുക. ഇതെന്താ ഇങ്ങനെ? ഭൈരവൻ ചന്ദ്രബാബുവിനെയും ശ്രീനിവാസനെയും നോക്കി. അവരെ നോക്കണ്ട, ഞാനാ പറയുന്നേ. ഇങ്ങനെയേ പറ്റൂ. മീനാക്ഷിയെ വിട്ടുതരുന്നില്ലെങ്കിൽ എനിക്കെൻ്റെ പണം മുഴുവൻ കിട്ടണം. ഭൈരവൻ ഇടഞ്ഞ് സംസാരിച്ചു. നിങ്ങൾ പറയുന്നത്രയും തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ തുക തരും. ഇത് ശരിയല്ലമ്മ, ശരിയല്ല. ഭൈരവൻ്റെ മുഖം മുറുകി. ശരിയും ശരികേടുമൊക്കെ എനിക്കറിയാം, ഇയാൾ പഠിപ്പിക്കണ്ട. താൻ പറഞ്ഞ അത്രയും തുക ഇവർ തരാനുണ്ട് എന്നതിന് രേഖ വല്ലതുമുണ്ടോ? എഗ്രിമെൻ്റ് ഉണ്ട്, പ്രോമിസറി നോട്ടുണ്ട്. ആരുമായിട്ടാണ് നിങ്ങളുടെ എഗ്രിമെൻ്റ്? മീനാക്ഷിയായിട്ടാണോ? പ്രോനോട്ട് ആരാ ഒപ്പിട്ടത്? അവളാണോ? അവളുടെ അച്ഛൻ. ആ മനുഷ്യനിപ്പോൾ ജീവിച്ചിരിപ്പില്ല. എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കണം. ആര് പണം വാങ്ങിയോ അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനല്ലാതെ കടം വാങ്ങിയവൻ്റെ മകളെ പിടിച്ചുകൊണ്ട് പോകാൻ ഒരു കോടതിയും വിധിക്കില്ല. ഭൈരവൻ്റെ കണ്ണുകൾ കുറുകി. രേഖയില്ലാതെ ഞാൻ പലർക്കും പണം കൊടുക്കാറ്. കൊടുത്ത പണവും അതിൻ്റെ പലിശ ഈടാക്കാനും എനിക്കറിയാം. കേസും കോടതിയും എനിക്ക് വിഷയമല്ല. നിങ്ങൾക്ക് വിഷയമല്ലായിരിക്കും. പക്ഷേ എനിക്ക് നീതി കിട്ടാൻ ഞാൻ ചിലപ്പോൾ പോലീസിനെയോ കോടതിയെയോ സമീപിച്ചെന്നിരിക്കും. ഇത് വിളയാട്ടല്ലമ്മ, ഓർമ്മ വേണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. 75,000 രൂപ ഞാൻ തരും. ആ പണം എനിക്ക് വേണ്ട. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്നാൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എനിക്ക് ചെയ്യാനുള്ളത് ഞാനും ചെയ്യാം. കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇന്ന് തന്നെ ഒരു പരാതി കൊടുത്തേക്കാം. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എനിക്കും മീനാക്ഷിക്കും സുരക്ഷ വേണമെന്നും കാണിച്ച്. അതുകൊണ്ട് എന്ത് കാര്യമ്മ? അയാൾ ഒരു കുടില ചിരിയോടെ പറഞ്ഞു. ഭൈരവൻ ചെയ്യാനുള്ളത് ചെയ്യും. ഒരു പോലീസും ഭൈരവനെ തൊടില്ല. ഭൈരവൻ എഴുന്നേറ്റു. നിങ്ങൾ ആലോചിക്ക്. ഞങ്ങൾ ഒരു നാൾ കൂടി ഇവിടെ സ്റ്റേ ചെയ്യാം. ലോഡ്ജിൻ്റെ ഫോൺ നമ്പറും തരാം. നല്ലപോലെ ആലോചിക്ക്. ഭൈരവൻ പോക്കറ്റിൽ നിന്ന് ഡീസൽ അടിച്ചതിൻ്റെ ബില്ലെടുത്ത് അതിൻ്റെ മറുപുറത്ത് ലോഡ്ജിൻ്റെ ഫോൺ നമ്പറും കുറിച്ചു. അത് ജാനകിയമ്മയുടെ നേർക്ക് നീട്ടി. അവർ വാങ്ങിയില്ല. അയാളത് ശ്രീനിവാസന് കൊടുത്തു. ഞങ്ങൾ ഇറങ്ങുന്നു. ഭൈരവൻ മുറ്റത്തേക്ക് ഇറങ്ങി. തൻ്റെ അനുചരന്മാരെയും കൂട്ടി ജീപ്പിൽ കയറി ഓടിച്ചു പോയി. മീനാക്ഷിയെ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവസാനം കാലുമാറിയതെന്താ? ശ്രീനിവാസൻ പൊട്ടിത്തെറിച്ചു. അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ലാഞ്ഞിട്ട് ഞങ്ങളെ കൂടി വെറുതെ നാണം കെടുത്തിയല്ലോ അമ്മ, ചന്ദ്രബാബു അമർഷത്തോടെ പറഞ്ഞു. ഇവിടെ നിറക്കി വിട്ടാൽ അവൾക്ക് ആശ്രയത്തിന് ആരുമില്ലെന്നല്ലേ അമ്മ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പം അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആൾ വന്നപ്പം അമ്മ കളം മാറ്റി ചവിട്ടി. അമ്മയ്ക്ക് അവളെ വിടാൻ മനസ്സില്ല. മക്കൾക്കെതിരെ കളിക്കാൻ അമ്മയ്ക്കൊരു കരു വേണം. അതിനല്ലേ അമ്മ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ശ്രീനിവാസൻ ക്ഷുഭിതനായി. നിനക്കൊക്കെ അങ്ങനെ മനസ്സിലാകൂ. അല്ലെങ്കിൽ പിന്നെ അമ്മ എന്തിനു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നു? ആ മൂദേവിയെ അയാൾ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞതല്ലേ? വിട്ടുകൊടുത്ത ആ ശല്യം ഒഴിവാക്കിക്കൂടെ? ഇതിനേക്കാൾ നല്ലൊരവസരം ഇനി കിട്ടുമോ? ചന്ദ്രബാബു ഒച്ചയെടുത്തു. അയാളൊരു മനുഷ്യനാണോടാ? അറുത്തുകൈക്ക് ഉപ്പു തേക്കാത്തവൻ. വാങ്ങിയ മുതലിൻ്റെ 2 ഇരട്ടിയോളം വരുമല്ലോ പലിശ. മുതലും പലിശയും കിട്ടിയില്ലെങ്കിൽ പകരം അയാൾ വീടുകളിൽ നിൽക്കുന്ന പെൺകുട്ടികളെ ഈടായിട്ട് സ്വീകരിക്കും. അത് അയാളുടെ ബിസിനസ്. നമ്മൾ അറിയേണ്ട കാര്യമില്ല. എനിക്കും പെൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായ കാലമുണ്ട്. എന്നിട്ടും ഞാൻ എൻ്റെ പെൺമക്കളെ വിറ്റ് ഇങ്ങനെയൊരു ബിസിനസ് നടത്തിയിട്ടില്ല. ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. അമ്മയുടെ മകളാണോ അവൾ? ശ്രീനിവാസൻ ചോദിച്ചു. മകളോട് എന്ന പോലെ പെരുമാറേണ്ട ഒരു കടമയുണ്ട്. ഞാൻ എന്തുറപ്പിന്മേലാ അവളെ ഈ ഷൈലോക്കിനെ വിട്ടുകൊടുക്കേണ്ടത്? അയാൾ അവളെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞില്ലേ? പാലക്കാട്ടെ സബ് രജിസ്ട്രാർ കച്ചേരിയിൽ കൊണ്ടുപോയി രജിസ്റ്റർ കല്യാണത്തിന് അതിൻ്റെ ഉടമ്പടി എഴുതുന്ന കടലാസിൻ്റെ വിലയുണ്ടോടാ? പാലക്കാട്ടു നിന്നും മറയൂരിലോട്ട് പോണ വഴിക്ക് അയാളത് വലിച്ചു കയറി കളഞ്ഞാൽ അതോടെ തീരും. അയാൾ അവളെ കൊണ്ടുപോയി വല്ല പെൺവാണിഭക്കാർക്കും വിറ്റ് കളഞ്ഞാൽ നമ്മൾ അറിയുമോ?
നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? അവരുടെ പിറകെ പോയി അയാൾ അവളെ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കിക്കൊണ്ടിരിക്കണോ? ശ്രീനിവാസൻ പരിഹസിച്ചു. വേണ്ട, ഞാൻ അവളെ അവർക്ക് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ മീനാക്ഷിയെപ്പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റിയ യോഗ്യൻ. നിറവും സൗന്ദര്യവും ഒന്നും നോക്കണ്ട. പക്ഷേ അയാളുടെ പകുതി പ്രായമുണ്ടോടാ മീനാക്ഷിക്ക്? നമ്മുടെ മില്ലിൽ തൂപ്പുപണി ചെയ്യുന്ന കണ്ണമ്മയുടെ മകൾക്ക് വേണ്ടി പോലും നീ ഈ പണം വിഴുങ്ങിയ ശുപാർശ ചെയ്യുമോ? ഓഹോ, അമ്മ അവളെ മന്ത്രികുമാരനെ കൊണ്ട് കെട്ടിക്കാനിരിക്കുകയാണോ? മന്ത്രികുമാരനും രാജകുമാരനും ഒന്നും വേണ്ട. അവൾക്കിണങ്ങുന്ന ഒരു മനുഷ്യന് കൊടുക്കും. പെൺകുട്ടികളെ വാങ്ങാനും വിൽക്കാനും മടിയില്ലാത്ത ഈ തെമ്മാടിക്ക് മാത്രം കൊടുക്കില്ല. ജാനകിയമ്മ പിന്തിരിഞ്ഞ് തറവാട്ടിലേക്ക് നടന്നുപോയി. തൃപ്തിയായല്ലോ മക്കൾക്കെല്ലാം? കൃഷ്ണകുമാരി കോപവും പരിഹാസവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് സംഗതികളെല്ലാം തകിടം മറിഞ്ഞത് കണ്ടോ? അമ്മയുടെ കാല് തിരുമിയും കരഞ്ഞു കാണിച്ചും അവൾ സംഗതി സാധിച്ചു. ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികൾ. 75,000 രൂപയെ, അതും അവൾക്ക് വേണ്ടിയിട്ട്. വല്ല കാര്യമുണ്ടോ? ഗീതാമണി പിറുപിറുത്തു. അയാളത് സമ്മതിക്കാഞ്ഞതു ഭാഗ്യം, രഘുവരൻ പറഞ്ഞു. എന്തോന്ന് ഭാഗ്യം? കൃഷ്ണകുമാരി ചോദിച്ചു. അയാൾക്കത് വാങ്ങിച്ചുകൊണ്ട് പോവുകയല്ലാതെ വേറൊരു നിവൃത്തിയും ഉണ്ടാവില്ല. അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മ ഒരു പൈസ പോലും കൂട്ടി കൊടുക്കില്ല. അവളെയും വിട്ടുകൊടുക്കില്ല. അമ്മയുടെ ആൺമക്കൾ ആ പനപ്പായസം അങ്ങ് മാറ്റി വെച്ചേക്ക്. ലോഡ്ജിൽ ചെന്ന് അവരെ വിളിച്ചോണ്ട് വന്ന് ജീപ്പ് സ്റ്റാർട്ടാക്കി നിർത്തിയിട്ട് അവളെ ബലമായിട്ട് തൂക്കിയെടുത്ത് ജീപ്പിലോട്ട് ഇട്ട് കൊടുക്കുക വേണ്ടത്. അവർ കൊണ്ടുപോയിക്കോളും. അമ്മ എന്തു ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല, ചന്ദ്രബാബു കോപാവേശത്തോടെ പറഞ്ഞു. അത് തന്നെയാണ് വേണ്ടത്. ഗീതാമണി പിന്താങ്ങി. പറയാൻ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങേണ്ടി വരും. അമ്മ കടുകിടയ്ക്ക് വിട്ടുതരുമെന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ പേരിൽ പോലീസിലോ കോടതിയിലോ എവിടെ കയറാനും ഞാൻ തയ്യാറാ, ചന്ദ്രബാബു നെഞ്ചിൽ തൊട്ടു പറഞ്ഞു. ഞാൻ വേറൊരു വഴി ആലോചിക്കുക. ശ്രീനിവാസൻ എഴുന്നേറ്റു. ബാബുവും രഘുവും കൂടി എൻ്റെ മുറിയിലേക്ക് വാ. അവർ ശ്രീനിവാസനെ അനുഗമിച്ച് അകത്തേക്ക് പോയി. ഗീതാമണിയും കൃഷ്ണകുമാരിയും പരസ്പരം നോക്കി. വല്ലതും നടക്കുമോ ഗീതേ? എന്തു നടക്കാൻ? ഇവരാൺമക്കൾ തെക്ക് വടക്ക് നടക്കും. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഈ ആൺമക്കൾ. അമ്മയുടെ അടുത്തല്ലേ ഇവരുടെ അഭ്യാസം. ഞാനെൻ്റെ പാട്ടിന് പോണു. ഗീതാമണി സിറ്റൗട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ മുരളീധരൻ എത്തി. അയാൾ നേരെ ജാനകിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. മുരളി ഇതുവരെ എവിടെയായിരുന്നു? ജാനകിയമ്മ ദേഷ്യപ്പെട്ടു. ഞാൻ എവിടെല്ലാം വിളിച്ചു? മില്ലിൽ വിളിച്ചു നോക്കി, അവിടെ ചെന്നിട്ടില്ല. വീട്ടിൽ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കുന്നേയില്ല. ഞാൻ രൂപയുണ്ടാക്കാൻ ഓടി നടക്കുമായിരുന്നു. തന്നെത്താൻ അടിച്ചുണ്ടാക്കുമായിരുന്നോ? ഏത് കമ്മട്ടത്തിലാണ് അടിച്ചത്? എന്നോടും ദേഷ്യപ്പെടേണ്ട മാഡം, ഞാൻ എന്ത് ചെയ്യാനാ? ആട്ടെ, പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുരളീധരൻ കയ്യിലിരുന്ന ബാഗിൻ്റെ സിബ് വലിച്ചു തുറന്നു. ഏതാനും നോട്ടുകെട്ടുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എത്രയുണ്ട്? ജാനകിയമ്മ ചോദിച്ചു. 75. ഇത് സംഘടിപ്പിക്കാൻ പെട്ട പാട് എനിക്കേ അറിയൂ. മുരളി തന്നെ വെച്ചോ, ഞാൻ ആവശ്യപ്പെടുമ്പോൾ തന്നാൽ മതി. അതെന്താ? ഇവിടെ സൂക്ഷിക്കാൻ എനിക്ക് വിശ്വാസം പോരാ. ഇത്ര അത്യാവശ്യമായിട്ട് എന്തിനാ ഈ പണം എന്ന് ഞാൻ ചോദിച്ചില്ല. മാഡം പറഞ്ഞുമില്ല. ജാനകിയമ്മ അയാളോട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ആ പെണ്ണിന് വേണ്ടിയിട്ടാണോ ഇത്രയും രൂപ? മുരളീധരൻ്റെ സ്വരത്തിൽ നീരസം കലർന്നു. വേണ്ടായിരുന്നു. ഒന്നാമത് കുടുംബത്തിലുള്ളവരുടെ എതിർപ്പ്. രണ്ടാമത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയും പണം മറിക്കേണ്ടി വന്നത് കൊണ്ടുണ്ടാകാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. മൂന്നാമത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ അയാളുടെ കൂടെ അവളെ പറഞ്ഞയച്ച് പരിഹരിക്കാമായിരുന്ന പ്രശ്നം. ഇതിൻ്റെ പേരിൽ കുറെ കൂടി വഷളാവുന്നതിൻ്റെ ടെൻഷൻ. കശാപ്പുകാരനെ പോലിരിക്കുന്ന ആ ദുഷ്ടൻ്റെ കൂടെ ഞാൻ മീനാക്ഷിയെ അയക്കണമായിരുന്നോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എൻ്റെ ശത്രു പ്രസവിച്ച മകളാ. എന്നാലും എനിക്കൊരു മനസാക്ഷിയില്ലേ? മുരളിയാണെങ്കിൽ പറഞ്ഞയക്കുമോ മുരളിയുടെ മകളെ ഇതുപോലൊരുത്തൻ്റെ കൂടെ? എനിക്കതിൻ്റെ ആവശ്യമില്ല. അതേസമയം മാഡത്തിനാണെങ്കിൽ അത് അത്യാവശ്യമാണ് താനും. ഈ കുടുംബത്തിൻ്റെ നന്മയെ ഓർത്തിട്ടെങ്കിലും. ഇല്ല മുരളി, തെറ്റാണെന്ന് എൻ്റെ മനസ്സ് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. കുടുംബത്തെ പ്രശ്നങ്ങൾ തീരാൻ ഇതൊരു നല്ല അവസരമായിരുന്നു. ശരി, മാഡത്തിൻ്റെ ഇഷ്ടം. മുരളി പണം തിരികെ ബാഗിലെടുത്തിട്ടു. ഞാൻ മില്ലിലോട്ട് പോകുകയാ. ജാനകിയമ്മ മൂളി. മുരളീധരൻ പണവുമായി മില്ലിലേക്ക് പോയി. ചെറിയൊരു ഗൂഢാലോചനയ്ക്ക് ശേഷം ശ്രീനിവാസനും ചന്ദ്രബാബുവും കൂടി കൊല്ലങ്കോട്ടെ ലോഡ്ജിലെത്തി ഭൈരവനെ കണ്ടു. ശ്രീനിവാസനാണ് സംസാരിച്ച് തുടങ്ങിയത്. ഞങ്ങളുടെ അമ്മയ്ക്ക് മീനാക്ഷിയോട് എന്തോ സെൻറ്റിമെൻറ്റ്സ് തോന്നിയത് കൊണ്ടാണ് അവളെ നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കാഞ്ഞത്. അമ്മയ്ക്ക് അല്പം മനസ്സലിവ് കൂടും. ഭൈരവൻ അത് കാര്യമാക്കണ്ട. അമ്മ തരുന്ന 75,000 വാങ്ങിച്ചുകൊണ്ട് പോവുക. എനിക്ക് പണം തീർത്ത് കിട്ടണം. പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ഇങ്ങോട്ട് മറുപടി പറ. കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാൽ മീനാക്ഷിയെ ഞങ്ങൾ ഭൈരവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അതിന് നിങ്ങളുടെ അമ്മ സമ്മതിക്കുമോ? അമ്മയുടെ സമ്മതം ഇല്ലാതെ തന്നെ അവളെ നിങ്ങൾക്ക് വിട്ടുതരും. അതെങ്ങനെ?
മീനാക്ഷിയെ ഞങ്ങളുടെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ പോവുകയാണ്. അതിനിടയിൽ ഞങ്ങൾ നിങ്ങളെ വിവരം അറിയിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടിയുമായി വന്നാൽ മതി. അവളെ നിങ്ങളുടെ വണ്ടിയിൽ ഏൽപ്പിച്ചു തരും. പക്ഷേ ഒരു കാര്യം, ചന്ദ്രബാബു ഇടയ്ക്ക് കയറി, ഇന്ന് അമ്മ തരുന്ന 75,000 അന്ന് തിരികെ തരണം. എന്നാൽ മാത്രമേ മീനാക്ഷിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഒക്കൂ. ഭൈരവൻ അല്പം ആലോചിച്ചു. അത് നിങ്ങളുടെ അമ്മ അറിഞ്ഞാൽ? അമ്മ അറിയില്ല. മീനാക്ഷി എവിടെയെന്ന് ചോദിക്കില്ലേ? ഒരു ദിവസം അവളെ കാണാനില്ലെന്ന് ഞങ്ങൾ തന്നെ അമ്മയെ അറിയിക്കും. അവളെങ്ങോട്ടോ ഓടിപ്പോയി. അമ്മ ആരെ സംശയിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? അത് നല്ല ഐഡിയ. ഭൈരവന് ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങളുടെ സഹോദരി, അവരെല്ലാം സഹകരിക്കും. നിങ്ങൾ അതേപ്പറ്റി വേവലാതിപ്പെടണ്ട. മീനാക്ഷിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ എന്നാ ഇവിടെ വരേണ്ടത്? ഭൈരവൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും തന്നാൽ മതി. ദിവസം ഞങ്ങൾ അറിയിക്കും. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമല്ലോ അല്ലേ? ഭൈരവൻ ശ്രീനിവാസനെ സൂക്ഷിച്ചു നോക്കി. ഞങ്ങൾ വാക്കുമാറ്റില്ല. പക്ഷേ പണം നിങ്ങൾ അന്ന് കൊണ്ടുവരണം. അത് ഞാൻ ഏറ്റു. ഭൈരവൻ ഉറപ്പ് നൽകി. നിങ്ങൾ നാളെ രാവിലെ വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുക. വാസ്തവത്തിൽ അത് തരേണ്ട കാര്യമില്ല. ഒരു ഗ്യാരണ്ടി എന്ന നിലയ്ക്കാണ് പണം തരുന്നത്. മാത്രമല്ല, അമ്മയ്ക്ക് സംശയം തോന്നരുതല്ലോ. പണം തന്നു കഴിഞ്ഞാൽ ആ ഇടപാട് തീർന്നല്ലോ എന്ന് അമ്മ സമാധാനിപ്പിച്ചോളും. അത് ശരിയാ. പക്ഷേ നാളെ നിങ്ങൾ അമ്മയോട് കുറേ പേശണം. എന്നിട്ടേ 75,000 സമ്മതിക്കാവൂ. മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചതായിട്ട് അമ്മയ്ക്ക് തോന്നണം. ആ വിഷയം എനിക്ക് വിട്ടേക്ക്. എത്ര ദിവസം എടുക്കും മീനാക്ഷി എനിക്ക് കൈമാറാൻ? കൂടിയാൽ 1 മാസം. അത്രയും വേണോ? വേണം. ഞങ്ങളുടെ സഹോദരിയുടെ കല്യാണം നടക്കുന്നുണ്ട്. അതിൻ്റെ മറവിൽ ഇതും നടക്കും. ശരി. ഭൈരവനുമായി വാക്കുറപ്പിച്ച ശേഷം ചന്ദ്രബാബുവും ശ്രീനിവാസനും മടങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ഭൈരവനും കൂട്ടരും ജീപ്പിൽ മാത്തൂരിലെത്തി. ജാനകിയമ്മയെ കണ്ട് സംസാരിച്ചു. 1,00,000 രൂപയെങ്കിലും തനിക്ക് കിട്ടണമെന്ന് ഭൈരവൻ തർക്കിച്ചു. ജാനകിയമ്മ തൻ്റെ നിലപാടിൽ നിന്ന് പിന്മാറില്ലെന്നത് കണ്ട് അയാൾ 90,000, 80,000 എന്നെല്ലാം വിലപേശി നോക്കി. ഞാൻ ഇന്നലെ പറഞ്ഞ തുക തരും. അത് സമ്മതമാണെങ്കിൽ പറയുക. പക്ഷേ എഗ്രിമെൻ്റ് എഴുതണം. 75,000 രൂപ വാങ്ങുന്നതോടെ എല്ലാ കടങ്ങളും തീരുകയാണെന്നും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇടപാടും ബാക്കിയില്ലെന്നും മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരണം. അത് പറ്റില്ലെന്ന് ആദ്യം സമ്മതിച്ചുവെങ്കിലും ഒടുവിൽ ജാനകിയമ്മയുടെ കടുംപിടുത്തത്തിന് മുൻപിൽ ഭൈരവൻ വഴങ്ങിക്കൊടുത്തു. ജാനകിയമ്മ മുരളീധരനെ ഫോണിൽ വിളിച്ച് മുദ്രപത്രവും വാങ്ങി പണവുമായി വരാൻ നിർദ്ദേശിച്ചു. മുരളീധരൻ 1 മണിക്കൂറിനകം എത്തി. ജാനകിയമ്മ തൻ്റെ മക്കളുടെയും അവരുടെ ഭാര്യമാരെയും വിളിച്ച് താൻ മീനാക്ഷിയെ വിട്ടുകൊടുക്കുന്നതിന് പകരം ഭൈരവന് പണം കൊടുത്ത് കടം വീട്ടുകയാണെന്നും അത് താൻ ന്യായമായി ചെയ്യേണ്ട കടമയാണെന്നും പറഞ്ഞു. ഞങ്ങൾക്കിതിൽ ഒരു താല്പര്യവുമില്ല. ഞങ്ങളുടെ സമ്മതമില്ലാതെയാ അമ്മ ഇത് ചെയ്യുന്നേ. അമ്മയുടെ തന്നിഷ്ടം പോലെ നടക്കട്ടെ. ശ്രീനിവാസൻ നീരസം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. വെറുതെ 75,000 നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ചന്ദ്രബാബുവും തൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു. അവരുടെ എല്ലാം മുന്നിൽ വെച്ച് ജാനകിയമ്മ ഭൈരവന് പണം കൊടുത്തു. എഗ്രിമെൻ്റ് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. ഇതോടെ മീനാക്ഷി നിങ്ങളുമായുള്ള ഇടപാട് തീരുന്നു. ഇനി മേലിൽ ഇവിടെ വരരുത്, ജാനകിയമ്മ പറഞ്ഞു. തനിക്ക് അത്ര തൃപ്തിയായില്ലെന്ന മട്ടിൽ ഭൈരവൻ എഴുന്നേറ്റു. എനിക്കിതൊരു നഷ്ടക്കച്ചവടമാണ്. എന്നാലും കിട്ടിയതും വാങ്ങി ഞങ്ങൾ പോകുന്നു, ഭൈരവൻ പറഞ്ഞു. അവർ ജീപ്പിൽ കയറി യാത്രയായി. ജാനകിയമ്മയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം അവിടെ അവസാനിച്ചു. ഭൈരവൻ പോയിക്കഴിഞ്ഞ ഉടൻ അവർ മീനാക്ഷിയുടെ മുറിയിലെത്തി. തൻ്റെ കാര്യത്തിൽ ഭൈരവൻ എന്ത് തീരുമാനമാണ് എടുത്തതെന്നറിയാതെ ഉത്കണ്ഠാകുലയായി നിൽക്കുകയാണവൾ. മാധവിയമ്മയും ഉണ്ടായിരുന്നു അവൾക്കരികെ. എന്തായി മോളെ? മാധവിയമ്മ ചോദിച്ചു. പണം കൊടുത്ത ഇടപാട് തീർത്തു. അത് മതിയെന്ന് അയാൾ പറഞ്ഞോ? അയാൾക്ക് തൃപ്തിയായില്ല. പക്ഷേ ചെറിയ തുകയല്ലല്ലോ 75,000. കിട്ടിയതും വാങ്ങിക്കൊണ്ട് പോയി. ഇനി അയാളുടെ ഉപദ്രവം ഉണ്ടാവുമോ? ഇല്ല, എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. നന്നായി ജാനകി. ഈ പെങ്കൊച്ചിൻ്റെ മാനം കാത്തതിന് നിനക്ക് പുണ്യം കിട്ടും. നീ ചെയ്തത് വളരെ നന്നായി. എൻ്റെ മക്കൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. നല്ല ദേഷ്യമുണ്ട് അവർക്ക്. ഞാനവരുടെ അമ്മയായി പോയതുകൊണ്ട് എന്നോട് വഴക്കിന് വരുന്നില്ലെന്നു മാത്രം. അവരെ നീ ഗൗനിക്കണ്ട. വേണ്ടേ? എൻ്റെ മക്കളല്ലേ. ആ 75,000 രൂപ എങ്ങനെയുണ്ടായി? കടം വാങ്ങിയതാണ്, മുന്തിയ പലിശയ്ക്ക്. ആർക്കു വേണ്ടിയാ? എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്ത് എന്നെ ഒരു വിധവയ്ക്ക് തുല്യമാക്കിയ ഒരുവളുടെ മകൾക്ക് വേണ്ടി. എൻ്റെ മക്കൾ എതിർക്കുന്നതിൽ എന്താ തെറ്റ്? എനിക്കിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? 75,000 രൂപ എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട പണമല്ലേ എവിടുന്നോ വന്ന ഒരു വട്ടിപ്പലിശക്കാരനെ വെറുതെ വാരിക്കൊടുത്തത്? മാധവിയമ്മ അന്തം വിട്ട പോലെ അവരെ തന്നെ നോക്കി നിന്നു. ആ വൃത്തയ്ക്ക് ഈ സ്ത്രീയെ മനസ്സിലാകുന്നില്ല. ഒരു കൈകൊണ്ട് തല്ലുന്നു, മറ്റേ കൈകൊണ്ട് തഴുകുന്നു. മീനാക്ഷിയുടെ നിറഞ്ഞ നീർമിഴികൾ ജാനകിയുടെ മുഖത്ത് അനക്കമില്ലാതെ നിന്നു. നീ എന്തിനാടി ഈ കണ്ണീര് കാണിക്കുന്നേ? തൃപ്തിയായില്ലേ നിനക്ക്? മീനാക്ഷി പെട്ടെന്ന് കണ്ണുകൾ ഒപ്പി. എനിക്കൊട്ടും ഇഷ്ടമായിട്ടല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടുമല്ല ഈ ചെയ്തത്.
ഒരിക്കൽ ഞാനും നിന്റെ പ്രായമുള്ള ഒരു പെൺകുട്ടി ആയിരുന്നല്ലോ എന്ന് ഓർത്തു പോയതുകൊണ്ട് മാത്രം. ജാനകിയമ്മ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മീനാക്ഷിയുടെ മുഖം സങ്കടാധിക്യത്താൽ വിതുമ്പുന്നത് കണ്ട് മാധവിയമ്മ അവളെ ആശ്വസിപ്പിച്ചു. അവൾ പറഞ്ഞത് കേട്ട് എൻ്റെ കുട്ടി വിഷമിക്കണ്ട, അവൾ എന്തുമാത്രം സങ്കടം സഹിക്കുന്നുണ്ടെന്ന് അവൾക്കേ അറിയൂ. മാധവിയമ്മ അവളുടെ നെറുകിയിൽ തലോടി. ജാനകിയമ്മ ഡ്രസ്സ് മാറി ബാഗും കുടയും സെൽഫോണും കാറിൻ്റെ ചാവിയും എടുത്തുകൊണ്ട് മീനാക്ഷിയുടെ മുറിയിൽ ചെന്നു. കട്ടിലിൽ വിഷാദഗ്രസ്തിയായി ഇരുന്ന മീനാക്ഷിയുടെ നേർക്ക് അവർ ദേഷ്യപ്പെട്ടു. നീ എൻ്റെ കൂടെ വരുന്നില്ലേ മില്ലിലേക്ക്? മീനാക്ഷി എഴുന്നേറ്റു. ഞാൻ ഓർത്തു ഇന്നെന്താ പുതുമ? മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാൻ ഇരുന്ന് കൊടുക്കാമെന്ന് നേർച്ചയുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വേഗം റെഡിയാകുക. മീനാക്ഷി പെട്ടെന്ന് വേഷം മാറാൻ തുടങ്ങി. ഒരു സാരി വലിച്ചു വാരി ചുറ്റി, മുടി ചീകി ഒതുക്കിയെന്ന് വരുത്തി. ഇങ്ങനെയാണോടി ഒരു സ്ഥാപനത്തിലോട്ട് പോകാൻ ഒരുങ്ങുന്നേ? നിനക്ക് ഈ സാരിയെങ്കിലും വൃത്തിയായിട്ട് ഉടുത്തുകൂടെ? അതിനല്ലേ ഞാനിതൊക്കെ വാങ്ങി തന്നിരിക്കുന്നേ. ഇങ്ങനെ വാരി പുതയ്ക്കാനാണെങ്കിൽ ഒരു പുതപ്പ് വാങ്ങി തന്നാൽ മതിയായിരുന്നല്ലോ. ജാനകിയമ്മ ബാഗും കുടിയും ഫോണും മേശപ്പുറത്ത് വെച്ചു. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. അവൾ അനുസരിച്ചു. സാരി ഉടുത്തിരിക്കുന്ന കോലം. മീനാക്ഷി സാരി ഉടുക്കാൻ പഠിച്ചു വരുന്നതേയുള്ളൂ. മാത്തൂർ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവൾ സാരി ഉടുത്തിട്ടുമില്ല. അത് വാങ്ങാൻ പണം ഉണ്ടായിട്ടുമില്ല. ജാനകിയമ്മ വൃത്തിയായി അവളെ സാരി ഉടുപ്പിച്ചു. അതിൻ്റെ ഞൊറികൾ പിടിച്ച് ഭംഗിയാക്കി. ഇതാണോ നിന്റെ മുടിചീകൽ? ഈ കട്ടിലോട്ടിരിക്കെ. അവൾ അനുസരിച്ചു. ജാനകിയമ്മ ചീപ്പെടുത്ത് അവളുടെ തൊട്ടു മുന്നിൽ നിന്ന് മുടി ഇരുവശത്തേക്കുമായി വകഞ്ഞു ചീകി ഒതുക്കി. പിന്നോട്ട് വിടർത്തിയിട്ട മുടിയുടെ സമൃദ്ധിക്ക് മധ്യേ ഒരു ചെറിയ മുടിപ്പിന്നലും ഇട്ടു. മുടിത്തുമ്പ് പിന്നി കെട്ടുമ്പോൾ അവളുടെ ശിരസ് തൻ്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു. അവളുടെ കരങ്ങൾ തന്നെ വലയം ചെയ്യുന്നതും ഒരു പൈതലിൻ്റേതെന്ന പോലെ സൗമ്യമായ മുഖം തൻ്റെ ഉദരത്തിനു മീതെ അമരുന്നതും അറിഞ്ഞ് ജാനകിയമ്മ നിശ്ചലയായി. മാതൃവാത്സല്യത്തിൻ്റെ ഒരു ചെറു തിരമാല അവരുടെ ഹൃദയഭിത്തികളിൽ അടിച്ച് നുരയും പതയുമായി ചിതറി. ഏതാനും നിമിഷം അവർ അനങ്ങാതെ നിന്നു. ഉദരത്തിനു മീതെ ചൂടുള്ള നനവ്. ജാനകിയമ്മ അവളുടെ മുഖം അടർത്തി മാറ്റിയിട്ട് നോക്കി. കലങ്ങിയൊഴുകുന്ന മിഴികൾ. അമ്മ എന്നോട് ക്ഷമിക്കണം, അവൾ വിതുമ്പി. ഞാൻ കാരണമാ അമ്മയ്ക്ക് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായതെന്നറിയാം. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് വേറെ ആരാ ഉള്ളത്? ജാനകിയമ്മ ഒന്നും മിണ്ടാതെ അവളുടെ മുഖം 5 മക്കളെ പെറ്റ തൻ്റെ വയറിന് മീതേക്ക് അണച്ചു പിടിച്ചു. മുടിപ്പിന്നിൽ ഒന്നുകൂടി അഴിച്ചു പിന്നി തുമ്പ് കെട്ടി. കൈലേസെടുത്ത് അവളുടെ നനഞ്ഞ കവിൾത്തടങ്ങളും കൺപീലികളും ഒപ്പിയിട്ട് അവർ മൃദുസ്വരത്തിൽ പറഞ്ഞു, വാ പോകാം. തിങ്കൾ. പല്ലാവൂരിൽ നിന്ന് ശശിധരനും അയാളുടെ ബന്ധുക്കളും മാത്തൂരെത്തിയിട്ടുണ്ട്. സുപ്രിയയും സുധീഷും തമ്മിലുള്ള വിവാഹ നിശ്ചയം മാസങ്ങൾക്ക് മുമ്പേ നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വിവാഹത്തീയതി തീരുമാനിച്ചാൽ മതി. ശശിധരൻ ജ്യോത്സ്യരെ കണ്ട് ഒരു തീയതി കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മേടം 12, ഇംഗ്ലീഷ് മാസം ഏപ്രിൽ 25. ജാനകിയമ്മ അടക്കം മാത്തൂർ വീട്ടിലെ എല്ലാവരും കൂടിയിരുന്ന് സംസാരിച്ച് തീയതി ഉറപ്പിച്ചു. ഇനി 18 ദിവസമേയുള്ളൂ. രാത്രിയിൽ ചന്ദ്രബാബു ഭൈരവൻ കൊടുത്ത ഫോൺ നമ്പറിൽ കാന്തല്ലൂരിലേക്ക് വിളിച്ചു. ഭൈരവനെ ലൈനിൽ കിട്ടി. സ്വയം പരിചയപ്പെടുത്തിയ ശേഷം അയാൾ പറഞ്ഞു, ഏപ്രിൽ 25 അന്ന് നിങ്ങൾ വണ്ടിയുമായി പാലക്കാട്ട് വരിക. പണം കൊണ്ടുവരണം. പകരം മീനാക്ഷിയെ നിങ്ങൾക്ക് കിട്ടും. ശ്രീനിവാസൻ ഫോൺ സംഭാഷണം കേട്ടുകൊണ്ട് ചന്ദ്രബാബുവിൻ്റെ അരികെ നിൽപ്പുണ്ടായിരുന്നു. സുപ്രിയയുടെ വിവാഹത്തിന് ഇനി ഒരാഴ്ച കൂടിയേ ശേഷിച്ചിരുന്നുള്ളൂ. മാത്തൂർ വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വീട് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കുന്ന ജോലി കഴിഞ്ഞു. നേരിട്ട് ക്ഷണിക്കേണ്ടവരെയെല്ലാം അതിൻ്റെ മുറ പോലെ ജാനകിയമ്മയും ആൺമക്കളും ക്ഷണിച്ചു. വെഡ്ഡിംഗ് കാർഡുകൾ അയക്കേണ്ടവർക്കെല്ലാം അയച്ചു. സുപ്രിയ റൈസ് മില്ലിലെ ജീവനക്കാരെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. അമ്മയും മക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ശീതസമരം അവസാനിപ്പിച്ച് മക്കൾ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വന്നതായി ജാനകിയമ്മ കരുതി. ഗൃഹാന്തരീക്ഷം ശാന്തവും സൗമ്യവുമായിരുന്നു. തൻ്റെ മക്കളുടെയും മരുമക്കളുടെയും ശാന്തതയ്ക്കും സൗമ്യതയ്ക്കും പിറകിൽ ഭീകരമായൊരു ഗൂഢാലോചനയും സംഭവിക്കാനിരിക്കുന്ന ചതിയുടെ ആസൂത്രണ വൈദഗ്ധ്യവുമുണ്ടെന്ന് ജാനകിയമ്മയ്ക്ക് നേരിയൊരു സംശയം പോലും കിട്ടിയില്ല. പതുപോലെ ജാനകിയമ്മ അന്ന് റൈസ് മില്ലിൽ പോയി. വൈകുന്നേരം മടങ്ങിയെത്തി. നിഴൽ പോലെ മീനാക്ഷിയും ഉണ്ടായിരുന്നു കൂടെ. വിളക്ക് വെക്കുന്നതിന് അല്പം മുമ്പ് മാധവിയമ്മ മുറിയിൽ വന്നു. ജാനകിയമ്മ ഡയറിയിൽ കണക്കുകൾ എഴുതുന്നതും കൂട്ടുന്നതും നോക്കിക്കൊണ്ട് ഏതാനും നിമിഷം നിന്നു. ക്ഷണിക്കാനുള്ളവരെയെല്ലാം ക്ഷണിച്ചോ ജാനകി? ചോദ്യം കേട്ട് ജാനകിയമ്മ തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ, അമ്മയ്ക്ക് ആരെങ്കിലും ക്ഷണിക്കാനുണ്ടോ?
മാധവിയമ്മ കട്ടിലിരുന്നു. ചന്ദ്രികയെ ക്ഷണിക്കണ്ടേ? അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? ആശ്ചര്യം കൊണ്ട് ജാനകിയമ്മയുടെ കണ്ണുകൾ വികസിച്ചു. എൻ്റെ മോളല്ലേ അവൾ, എൻ്റെ വയറ്റിൽ ജനിച്ചവൾ. എന്നിട്ട് അമ്മയ്ക്ക് ഇത്രയും കാലം അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. ശ്രീനിയുടെ കല്യാണത്തിനോ ബാബുവിൻ്റെ കല്യാണത്തിനോ ജയമോളുടെ കല്യാണത്തിനോ ചന്ദ്രിക ചേച്ചിയെ ക്ഷണിച്ചില്ലല്ലോ. ഞാൻ ഇവിടെ വന്നിട്ട് 40 വർഷത്തോളമാകുന്നു. അതിനിടയിൽ എന്തെല്ലാം ചടങ്ങുകൾ, ആഘോഷങ്ങൾ, ജനനവും മരണവും ഇവിടെ നടന്നു. നോവൽ തുടരും.